മുട്ടപ്പോള, കായ്പോള, ഏലാഞ്ചി, കിളിക്കൂട്. നിങ്ങളെത്തിയോ? ഞാൻ നമ്മുടെ ഇഫ്താർ ഹോട്ടലിലത്തെ പലഹാരങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ ഒരുപാട് പലഹാരങ്ങളാണുള്ളത്. അപ്പോൾ നമ്മുടെ രസമുകുളങ്ങൾക്ക് വേണ്ടി കിടിലനൊരു പലഹാരം ഉണ്ടാക്കി തരാൻ ഞാൻ നമ്മുടെ ഷെഫിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി എന്തായിരിക്കും ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പലഹാരം എന്ന് നോക്കാം. രസമുകുളങ്ങൾ നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ആലുവയിലുള്ള ഇഫ്താർ ഹോട്ടലിൽ നിന്നാണ് നമ്മൾ ഇന്നും രസമുകുളങ്ങൾ ആരംഭിക്കുന്നത്. അപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം ഷാജാനൊക്കെയാണ്. അപ്പോൾ ഇക്ക നമ്മൾ റെഡി അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ എന്താ നമ്മുടെ കൊച്ചു കൂട്ടുകാരൊക്കെ അവരെ കാത്തിരിക്കുക, അവർക്ക് വേണ്ടി നമ്മൾ ഇന്ന് എന്താ പ്രിപ്പയർ ചെയ്യാൻ പോണേ? കായ്പോള എന്നാണ് വിഭവമാണ്. കായ്പോള ഇതൊരു തലശ്ശേരി വിഭവമാണ് അല്ലേ? തലശ്ശേരി വിഭവം. തലശ്ശേരി ഭാഗത്തൊക്കെ കാണുന്ന ഒരു കിടിലൻ വിഭവമാണ്. അപ്പോൾ നമുക്കത് പതുക്കിനെ ഉണ്ടാക്കി തുടങ്ങാം. വീട്ടിലൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ നോക്കാം. എന്തൊക്കെ സംഭവങ്ങളാണ് നമുക്ക് ഇനി വേണ്ടത്? ഇതിന് വേണ്ടത് പഴം പൊരിച്ചത്, മുട്ട, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഏലക്കാപ്പൊടി, പഞ്ചസാര, നെയ്യ്. ഇത്രയും സംഭവങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ കുറച്ച് സാധനങ്ങൾ മാത്രം മതി, നല്ല രുചിയുള്ള ഒരു സംഭവം കിട്ടും. പഴംപൊരിനേക്കാളൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്, കായ്പോള. അപ്പോൾ നമുക്ക് പതുക്കെ ഇത് ഉണ്ടാക്കി തുടങ്ങാം. ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ 4 മുട്ട വേണം. 4 മുട്ട. ഓക്കെ, ഇത് 5 ഉണ്ട്. ഒരെണ്ണം ഞാനെടുത്ത് വീട്ടിൽ കൊണ്ടുപോകാം. ഓക്കെ 4 മുട്ട ഓക്കെ പൊട്ടിച്ചൊഴിക്കണം. അപ്പോൾ നമ്മൾ 4 മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. ഇത്രയും വലിയ പാത്രം വേണമെന്നില്ല, ഇവരുടെ കൺവീനിയൻസിന് വേണ്ടി എടുത്തതെന്നുള്ളത്. വീട്ടിലാണെങ്കിൽ ചെറിയ പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചാലും മതി അല്ലേ? ഓക്കെ, രുചിയൊന്നും മാറില്ലല്ലോ അല്ലേ? ഒന്നും മാറില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 4 മുട്ട നമ്മൾ പൊട്ടിച്ചൊഴിച്ചു. ഇനി നന്നായി മിക്സ് ചെയ്യണം അല്ലേ? മിക്സ് ചെയ്യണം. അതിന് മുന്നേ പഞ്ചസാര എന്തോരം പഞ്ചസാര വേണം? ഏകദേശം 50 ഗ്രാമിൻ്റെ ചോടയായിട്ട് മതി ഒരെണ്ണത്തിന്. 50 ഗ്രാമിൽ താഴെ. 50 ഗ്രാമിൽ ചോട, അതായത് താഴെ. എന്നിട്ട് ഇത് പഞ്ചസാരയും മുട്ടയും നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ആവശ്യാനുസരണം പഞ്ചസാര നമ്മൾ ആഡ് ചെയ്യാം മുട്ടയ്ക്ക് അനുസരിച്ച്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നല്ല മധുരമുള്ളൊരു വിഭവമാണ്. പഞ്ചസാര നല്ല നന്നായി കലങ്ങണം അല്ലേ? ഓക്കെ, അപ്പോൾ നന്നായി കലങ്ങണം കേട്ടോ. പഞ്ചസാര തരി ഫുള്ള് മുട്ടയിൽ അലിഞ്ഞു ചേരണം. ആ രീതിയിൽ വേണം നമ്മൾ ഇളക്കാനായിട്ട്. എന്നിട്ട് ഇതിലോട്ട് ഏലക്കാപ്പൊടി വളരെ കുറച്ച്. ഓക്കെ, ഒരു നുള്ളല്ലേ? അതിനുശേഷം ഉപ്പ്. ഓക്കെ, ഒരു തൊരി, ഒരു പിഞ്ച് ഉപ്പ് നമ്മളിട്ടു. പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഉണക്കമുന്തിരി ഇടുന്നതിൻ്റെ ഒപ്പം 2 നമുക്ക് ഇങ്ങനെ എടുത്ത് കഴിക്കാം. അണ്ടിപ്പരിപ്പും ചെറുതായിട്ട് ഇടാം അല്ലേ? അപ്പം 2 അണ്ടിപ്പരിപ്പ് നമുക്ക് എടുത്ത് വീണ്ടും കഴിക്കാം. പിന്നെ പഴം. ഈ പഴത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ നേന്ത്രപ്പഴമല്ല ഉപയോഗിക്കുന്നത്. നേന്ത്രപ്പഴം പഴുത്തത് നമ്മൾ ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞ് എണ്ണയിൽ വറുത്തെടുക്കുന്നു അല്ലേ? വെളിച്ചെണ്ണയിൽ നമ്മൾ വറുത്തെടുക്കും. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഒരിക്കലും കട്ടിയായിട്ടല്ല ഇരിക്കുക, ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടായിരിക്കുന്നത് അല്ലേ? അപ്പോൾ അത് ആദ്യമേ നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേന്ത്രപ്പഴം ചെറിയ സ്ലൈസസ് ആയിട്ട് വെളിച്ചെണ്ണയിൽ നന്നായി വറുത്തെടുക്കുക. അത് നല്ല പഴുപ്പ് കൂടിയ പഴം വേണം അല്ലേ? മിക്സ് ചെയ്തതിന് ശേഷം നോൺ സ്റ്റിക്കിന്റെ ബിരിയാണി പോട്ട്. ഓക്കെ, നോൺ സ്റ്റിക്ക് പാൻ അല്ലേ? നോൺ സ്റ്റിക്ക് പാൻ. അപ്പോൾ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി ചെയ്യേണ്ടത് ചെറിയ ചൂടിൽ നെയ്യ് കുറച്ച്. അപ്പോൾ നമ്മൾ ചെറിയൊരു നോൺ സ്റ്റിക്ക് പാൻ വെച്ചു. അതിൻ്റെ അകത്തേക്ക് ചെറുതായിട്ടൊരു നെയ്യ് അതിലേക്ക് ആഡ് ചെയ്തു. അതിങ്ങനെ 4 ഭാഗത്തേക്കും പിടിക്കാനായിട്ടൊന്ന് കറക്കിയെടുക്കുക. വീശിയെടുക്കുക നമ്മൾ. എന്നിട്ട് ഇത് നമ്മൾ അടിച്ചു വെച്ച സാധനം ഇതിലോട്ട് ഒഴിക്കുക. അപ്പോൾ കായ്പോളയ്ക്ക് വേണ്ട കൂട്ട് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്തിരിക്കുകയാണ്. ഒരു അല്പം നെയ്യ് മാത്രമേ അതിലിട്ടിട്ടുള്ളൂ. അതിലേക്ക് നമ്മൾ കായ്പോളയുടെ കൂട്ട് അങ്ങോട്ട് ആഡ് ചെയ്തു. ഇത് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് നമ്മളപ്പോൾ അത് നമ്മുടെ നോൺ സ്റ്റിക്ക് പാനിൽ മൂടി വെക്കണം, ആവി കയറുന്നതിന് വേണ്ടിയിട്ട്. 10 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കായ്പോള അതിൻ്റെ അകത്ത് നിന്ന് പുറത്തേക്ക് എടുത്തപ്പോൾ നല്ല രീതിയിലാണ് ഇരിക്കുന്നത്. നമുക്കിത് ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്യാം അല്ലേ? ഓക്കെ, ആയിക്കോട്ടെ. 8 പീസാക്കി സ്ലൈസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് വരെ നമ്മൾ 8 പീസാണ് ആക്കുന്നത്. ഇത് നമ്മൾ നോൺ സ്റ്റിക്ക് പാനിൽ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും കുറഞ്ഞ തീയിൽ മാത്രമേ ഇത് വെക്കാൻ പാടുള്ളൂ. തീ ഒരിക്കലും കൂടി വെക്കരുത് അല്ലേ? അപ്പോൾ നമ്മുടെ കൈപ്പോള അല്ലേ, കൈപ്പോള റെഡി ആയിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് മലബാർ ഭാഗങ്ങൾ, തലശ്ശേരി ഭാഗങ്ങളിൽ പുയ്യാപ്പിള വീട്ടിലേക്ക് വരുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ഒരു പലഹാരം കൂടിയാണ് ഇത് അല്ലേ? നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? എത്ര പ്രാവശ്യം കിട്ടി? 2 3 ഒരുപാട് കല്യാണം കഴിച്ചു നിങ്ങൾ? ഇല്ലല്ലോ, ഒരുപാട് തവണ നമ്മൾ ചെല്ലും. അപ്പൊ കഴിക്കാൻ തന്നെ. അപ്പൊ എപ്പോഴും പുയ്യാപ്പിള വീട്ടിലേക്ക് വരുമ്പോൾ അവർ കൊടുക്കുന്ന നല്ലൊരു പലഹാരമാണ്. നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കാവുന്ന നല്ല രുചിയുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും വീട്ടിലത് ട്രൈ ചെയ്ത് നോക്കാം. നല്ല സ്വാദുള്ള രുചിയുള്ള ഒരു പലഹാരമാണിത്. 4 മണിക്കൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരം. അപ്പോൾ ഷാജാനക്ക ഒരുപാട് സന്തോഷം. അപ്പോൾ നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്യാം.